Hi, okay, once again, welcome back to EduBoard. Yes, Nihal sir ആണ്. അപ്പോൾ സോഷ്യൽ സയൻസ് എക്സാം നമ്മളെ പടിവാതിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇനി സാർ എസ് എ എല്ലാവർക്കും വേണ്ടത് എസ് എ പ്രഡിക്ഷൻ ആണ്. എസ് എ ഏതായിരിക്കും എക്സാമിൽ ചോദിക്കുക? നിങ്ങൾ എല്ലാവരും മറ്റെന്താണ് നമ്മളെ ചെവിയും കാതൊക്കെ നിങ്ങളാണ് നിൽക്കുക. ഏതാണ് നിഹാൽ സാർ, ഏതാണ് എസ് എ പറയാൻ വേണ്ടി പോകുന്നത് അല്ലേ? അപ്പോൾ ശരിക്കും ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എസ് എ പ്രഡിക്ഷൻ അല്ല. വൈ? എസ് എ പ്രഡിക്ഷൻ അല്ല, എന്താ പിന്നെ എസ് എ പഠിക്കലാണ്. ഓക്കെ, എസ് എ പ്രഡിക്ഷൻ അല്ല, എസ് എ പഠിക്കലാണ്. ഓക്കെ, അപ്പൊ എസ് എ പഠിക്കാൻ വേണ്ടി പോവാ. ഏത് എസ് എ ചോദിച്ചാലും നിങ്ങൾ എഴുതും, ഏത് എസ് എ ചോദിച്ചാലും നിങ്ങൾ എഴുതും. അതെങ്ങനെ നിങ്ങൾക്ക് സാധ്യമാവും? ആ രീതിയിൽ എളുപ്പത്തിൽ പഠിച്ച കാര്യത്തിൽ റിവൈസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഷോർട്ട് നോട്ട് വൈസ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോവാണ്. അതുകൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ ഒരിക്കലും ഏത് എസ് എ ആണ് വരാന്നുള്ള കാരണം പ്രഡിക്ഷൻ നിങ്ങൾക്കറിയാലോ. പ്രഡിക്ഷൻ എന്താ? വെറുതെ നമ്മൾ അതിന്റെ പുറകെ പോയിട്ട് അത് വരും എന്ന് ആലോചിച്ച് എന്തായാലും ഒരു പ്രഡിക്ഷങ്ങൾ തരും, വാട്ട് എവർ ഇറ്റ് ഈസ്. അത് ചിലപ്പോൾ വരാതിരിക്കാം. എന്നാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങളെ സമയം മാറ്റി വെക്കുക. ഓരോ ചോദ്യം ഇമ്പോർട്ടൻ്റ്. നമ്മൾ പഠിക്കുക ചെയ്യുക. എജുബോണിന്റെ ടീച്ചേഴ്സ് ഇത്രയും നിരന്തരം ക്ലാസ് എടുക്കുന്നത് നിങ്ങളെ പഠിപ്പിക്കാനാണ്. അല്ലാതെ മറ്റേ ക്വസ്റ്റ്യൻ പ്രിഡിക്റ്റ് ചെയ്തതെന്ന് എന്തല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രഡിക്ഷന്റെ മാത്രം ബേസിൽ നിങ്ങളെ ഇങ്ങോട്ട് എത്തിക്കാനല്ല. അപ്പൊ നമ്മൾ പഠിക്കാൻ വേണ്ടി പോവാണ്. ഒരു ഒറ്റ കുട്ടി പോലും ഈ വീഡിയോ കാണുന്ന ഏതൊരാൾക്കും ഈ 4 എസ് എയും എളുപ്പത്തിൽ പഠിക്കാൻ കഴിയും. അങ്ങനെ ഒരു ഷോർട്ട് നോട്ട് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ഷോർട്ട് നോട്ട് എവിടെ കിട്ടും? നമ്മുടെ വാട്സപ്പ് ചാനലിൽ കിട്ടും. വാട്സപ്പ് ചാനൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ വാട്സപ്പ് ചാനലിലേക്ക് നേരെ കയറിക്കോ. അവിടെ കറക്റ്റ് എന്ത് ചെയ്യും, ഈ വീഡിയോ പബ്ലിഷ് ആയി ഒരു 15-20 മിനിറ്റ് കഴിയുമ്പോൾ എവിടേക്ക് നമ്മുടെ നോട്ട് അവിടെ എത്തും. റെഡി? ആദ്യം നമ്മൾ നോക്കാൻ വേണ്ടി അമേരിക്കൻ റവല്യൂഷൻ. കാരണം നിങ്ങൾ അമേരിക്കൻ റവല്യൂഷൻ ഷോർട്ട് നോട്ട് ഇംഗ്ലീഷും മലയാളവും ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ മക്കളെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കി നിങ്ങൾ. ഞാൻ ഇതിലെ ചില കാര്യങ്ങൾ ഞാൻ വരയ്ക്കും കുറിക്കണമെന്ന് ചെയ്യുന്നില്ല, കാരണം അതിന് വൃത്തി പോകേണ്ട വെച്ചിട്ട്. ഓക്കെ, ആദ്യം നിങ്ങൾ പഠിച്ചേക്കണം അമേരിക്കൻ റവല്യൂഷൻ. ആദ്യം മൈഗ്രേഷൻ, കുടിയേറ്റം അല്ലെ. മൈഗ്രേഷൻ നോക്കി നിങ്ങൾ. കുടിയേറ്റം അല്ലേ? ആരാണ് ഇംഗ്ലണ്ടിൽ നിന്ന് എവിടേക്ക്? ഇംഗ്ലണ്ടുകാരെ അമേരിക്കയിൽ കുടിയേറി പോവുക, അല്ലെങ്കിൽ മൈഗ്രേഷൻ നടത്തുക. ഏത് 16ാം സെഞ്ചുറിയിൽ ആരംഭിച്ച മൈഗ്രേഷൻ 18ാം സെഞ്ചുറി ആകുമ്പോഴേക്കും എത്ര 13 കോളനികൾ അവരെ എസ്റ്റാബ്ലിഷ് ചെയ്തു. 13 കോളനികൾ, 13 കോളനീസ് അല്ലേ? അത്രയും കാര്യം ഒറ്റ ലൈനിൽ നമ്മൾ പഠിച്ചു. ആ 13 കോളനികൾ എന്ത് ചെയ്യാണ്? ചേഞ്ച് ദാറ്റ് ഇൻടു എ പ്ലേസ് ഫോർ സെൻഡിങ് കളക്ടിങ് റോ മെറ്റീരിയൽ ആൻഡ് പ്ലേസ് ഫോർ അല്ലെങ്കിൽ മാർക്കറ്റ് ഫോർ സെല്ലിംഗ് ദെയർ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്. എന്താണ്? അവർക്ക് റോ മെറ്റീരിയൽ, അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള ഒരു ഉറവിടമായും റിസോഴ്സ് ആയിട്ടും, അല്ലെങ്കിൽ ആ ഒരു അസംസ്കൃത വസ്തുക്കൾ കൊണ്ട്, റോ മെറ്റീരിയൽസ് കൊണ്ട് ഉണ്ടാക്കിയ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് വിൽക്കാൻ ഒരു മാർക്കറ്റായും അവർ ആ കോളനിയെ മാറ്റി. അതിനുവേണ്ടി അവർ കൊണ്ടുവന്ന നിയമത്തിന്റെ പേരാണ് എന്താ? മെർക്കന്റിലിസ്റ്റിലോ, മെർക്കന്റിലിസ്റ്റ് നിയമം അല്ലെ. 5 മെർക്കന്റിലിസ്റ്റ് നമുക്ക് പഠിക്കാനത്. 5 മെർക്കന്റിലിസ്റ്റ് എളുപ്പത്തിൽ പഠിക്കാൻ. ഒന്നാമത് എന്ത് ചെയ്താൽ മതി? ഒന്നാമത് ഷിപ്പ് നോട്ട് ചെയ്ത് വെക്കുക. രണ്ടാമത് എക്സ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ്. മൂന്നാമത് സ്റ്റാമ്പുമായിട്ടാണ്. നാലാമത് ഫുഡ് ആൻഡ് ക്വാർട്ടേഴ്സ്. 5ാമത് ഇമ്പോർട്ട് ടാക്സ്. ഈ 5 കാര്യങ്ങൾ 5 പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. എന്താ? കപ്പൽ, കയറ്റുമതി, സ്റ്റാമ്പ്, ഭക്ഷണം, താമസം, ഇറക്കുമതി ചുങ്കം എന്ന് പറഞ്ഞാൽ, അതായത് ബ്രിട്ടീഷുകാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇംഗ്ലണ്ടുകാർ പറഞ്ഞൊരു കാര്യമുണ്ട്. ആ അമേരിക്കൻ കോളനിയിൽ നിന്ന് ഒരു സാധനങ്ങൾ എന്ത് വേണമെങ്കിലും അവിടെ ഉണ്ടാക്കാം, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പ്രൊഡക്ഷൻ അവിടെ ഉണ്ടാക്കാം. പക്ഷേ അത് എവിടേക്ക് മാത്രം? ഏത് കപ്പലിൽ മാത്രം? ഇംഗ്ലണ്ടുകാരുടെ കോളനിയിൽ ഉണ്ടാക്കിയ കപ്പലോ അല്ലെങ്കിൽ ഇംഗ്ലണ്ടുകാരുടെ കപ്പലിലോ മാത്രമായിരിക്കും സാധനങ്ങൾ എന്ത് ചെയ്യേണ്ടത്? പോകേണ്ടത്. അതുപോലെ എക്സ്പോർട്ട് എവിടേക്ക് മാത്രം? കയറ്റുമതി ഇംഗ്ലണ്ടിലേക്ക് മാത്രം. അതുപോലെ എല്ലാത്തിലും അവിടെ സ്റ്റാമ്പ് പതിപ്പിക്കണം, അവിടെ സീല് പതിപ്പിക്കണം. ഇംഗ്ലണ്ടിന്റെ സ്റ്റാമ്പ് ഉണ്ടായിരുന്നു. എല്ലാത്തിലും അവിടെ അച്ചടിക്കുന്ന ഫാമിലിറ്റേക്കോട് പുസ്തകം, അതിലൊക്കെ എന്ത് ചെയ്യണം? ആ സീല് വേണം. അതുപോലെ തന്നെ ഫുഡ് ആൻഡ് ക്വാർട്ടേഴ്സ്, അവിടെ താമസിക്കുന്ന ബ്രിട്ടീഷുകാരുടെ ട്രൂപ്സിന്, സൈന്യത്തിന് എന്ത് ചെയ്യണം? ഭക്ഷണവും താമസ സൗകര്യം ആര് ചെയ്തു കൊടുക്കണം? ഈ കോളനിക്കാർ ചെയ്തു കൊടുക്കണം. അതുപോലെ തന്നെ ഇമ്പോർട്ട് ടാക്സ് എന്ത് കൊടുക്കണമായിരുന്നു? ഇറക്കുമതി ചുങ്കം. അതായത് എന്തെങ്കിലും ആവശ്യത്തിന് സാധനങ്ങൾ അങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് ഇമ്പോർട്ട് ടാക്സ് ആര് കൊടുക്കണമായിരുന്നു? നമ്മുടെ സ്വന്തം കോളനിയിലെ ജനങ്ങൾ കൊടുക്കണമായിരുന്നു. അങ്ങനെ ഇവരിങ്ങനെ വലഞ്ഞ് അവസാനം അവരെന്തിലേക്ക് പോവാണ്? തിങ്കേഴ്സിൽ അവരുടെ ചിന്തകന്മാരാ ജോൺ ലൂക്ക് ആൻഡ് തോമസ് പെയിൻ. ജോൺ ലൂക്കും തോമസ് പെയിനും എന്ത് പറയാണ്? നമ്മുടെ കയ്യിൽ പരിഹാരമുണ്ട്. അവരെന്ത് ചെയ്യണം? അവരെ മോട്ടിവേറ്റ് ചെയ്തല്ലേ. അപ്പൊ ജോൺ ലൂക്കിനെയും തോമസ് പെയിനെയും കോഡ്സ് നിങ്ങൾ അവിടെ എഴുതി വെക്കണം. പിന്നെ ആകെ പഠിക്കാനുള്ള രണ്ട് കാര്യമാണ്. ഒന്ന് ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ്, രണ്ടാമത് സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ്. 1ാം വൻകര സമ്മേളനം, 2ാം വൻകര സമ്മേളനം അല്ലേ. എന്താ 1ാം വൻകര സമ്മേളനം, 2ാം വൻകര സമ്മേളനത്തിലുള്ള കാര്യങ്ങൾ നോക്കി നിങ്ങൾ. 1ാം വൻകര സമ്മേളനം 1774 ഫിലാഡൽഫിയയിൽ വെച്ചിട്ടാണ് രാജാവിന് ഒരു പെറ്റീഷൻ കൊടുക്കുക. എന്താ പെറ്റീഷനിൽ പറയുന്നത്? ഞങ്ങളോട് അനുമതി ഇല്ലാതെ ഒരു പുതിയ നികുതികളോ നിലവിലെ ട്രേഡ് ബാരിയേഴ്സ് ഒഴിവാക്കണം, ഞങ്ങളോട് ചോദിക്കാതെ ഒരു പുതിയ നികുതി നടപ്പിലാക്കരുത്. ഇത് അവർ പറയുന്നുള്ളൂ. രാജാവ് എന്ത് ചെയ്തു? ആ നിവേദനം അങ്ങ് ചുരുട്ടിക്കളഞ്ഞു. അത് എന്ത് ചെയ്തു? ഈ കോളനിക്കാരും രാജാവും തമ്മിലുള്ള യുദ്ധത്തിന് കാരണമായി അല്ലേ. എന്നാൽ അവർ തിരിച്ചുപോയി, അവർ മടങ്ങിപ്പോയി, അവർ വീണ്ടും തിരിച്ചു വരും. എങ്ങനെ? 1775 സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ് എവിടെ വെച്ചിട്ടാ? സെയിം പ്ലേസിൽ 1725 ഫിലാഡൽഫിയയിൽ വെച്ച് ചേരുക അല്ലെ. അതേസമയം എന്ത് ചെയ്യണം? കോമൺ സെൻസ് എന്ന് പറഞ്ഞാൽ ലഘുലേഖയിൽ തോമസ് പെയിൻ എന്ത് പറയാണ്? ബ്രിട്ടനുമായുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കുന്നതാണ് അല്ലെ. എന്താണ്? ആർക്ക് ഏറ്റവും ഉചിതമായ കാര്യം? അമേരിക്കയ്ക്ക് ഏറ്റവും ഉചിതമായ കാര്യം എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കാൻ അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേരാണ് എന്താ? കോമൺ സെൻസ്. നമ്മൾ എന്ത് വിളിക്കും? കോമൺ സെൻസ് എന്ന് പറയുന്ന എന്താണ്? ലഘുലേഖയിലൂടെ അദ്ദേഹം എന്ത് ചെയ്യാണ്?
പിന്നെ ആ കാര്യം അവിടെ പ്രഖ്യാപിക്കുക അല്ലെ. അതേപോലെ തന്നെ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടാണ് 1776 ജൂലൈ 4 ആര് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്. ആരാ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് തയ്യാറാക്കിയത്, സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത്? രണ്ടുപേരുണ്ട്. തോമസ് ജെഫേഴ്സൺ, TJ എന്ന് പഠിച്ചു വെക്കുക. തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, BF എന്താണ്, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. അപ്പോൾ ആ രണ്ട് പേര് പഠിച്ചു വെക്കുക. അവരാണ് എന്ത്, സ്വാതന്ത്ര്യ പ്രഖ്യാപനം അല്ലെങ്കിൽ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് തയ്യാറാക്കിയത്. ആ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസിൽ ആരംഭിച്ച യുദ്ധം പിന്നെ അവസാനിക്കുന്നപ്പോഴാണ് അത് 1781 അവസാനിക്കുന്നത് അല്ലെ. 1781 യുദ്ധം അവസാനിച്ചു. 83 പാരീസ് ഉടമ്പടി പ്രകാരം അമേരിക്കയുടെ 13 കോളനിയുടെയും സ്വാതന്ത്ര്യമാര് ഇംഗ്ലണ്ടുകാർ അംഗീകരിച്ചു. അങ്ങനെ ജോർജ് വാഷിംഗ്ടൺ, എന്താണ് ഈ GW10 എന്ന് പറഞ്ഞാൽ, ജോർജ് വാഷിംഗ്ടൺ എന്ത് ചെയ്യാണ്, അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റായി മാറുകയാണ്. ഈ രീതിയിൽ ഷോർട്ട് നോട്ട് വെച്ച് പഠിക്കുകയാണെങ്കിൽ ഏത് വളരെ ചെറിയ സമയം കൊണ്ട് നമ്മൾ ഒക്കെ ഓർത്തെടുത്തത് നിങ്ങൾ പഠിച്ച കാര്യത്തെ ഇങ്ങനെ സാധനം ഷോർട്ട് നോട്ട് തയ്യാറാക്കുക, റിവൈസ് ചെയ്തെടുക്കുക, പഠിച്ചെടുക്കുക. ഒരു ഓർഡർ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും ഇങ്ങനെ. അപ്പോൾ എളുപ്പത്തിൽ essay നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഇതിന് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എക്സാമിന് എഴുതാൻ സാധിക്കും. എക്സാമിന് ഇത് നമ്മൾ പഠിക്കാൻ തയ്യാറായി, എക്സാമിന് ഇങ്ങനെ എഴുതാൻ പാടില്ല, എക്സാമിന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എഴുതുക. ഓക്കെ, അടുത്ത് നോക്കാം. നമുക്ക് അടുത്തത് ഫ്രഞ്ച് റവല്യൂഷൻ. കുറച്ച് ആകെ ഫ്രഞ്ച് റവല്യൂഷൻ പഠിക്കുകയാണ്. എന്താ ഫ്രഞ്ച് റവല്യൂഷൻ? നമുക്ക് ആദ്യം ഫ്രഞ്ച് റൂളേഴ്സിനെ പറ്റി പഠിക്കണം. ആർക്കടാ ഫ്രഞ്ച് റൂളേഴ്സ്? L14 L15 എന്താ, എംപുരാന്റെ L12 എന്താണ്, ലൂയിസ് 14 ലൂയിസ് 15. അതുപോലെ എന്താണ് മേരി ആന്റോയിനറ്റ് അല്ലെ. ഇവരാണ് ഫ്രാൻസിലെ ഭരണാധികാരികൾ. ഈ ഭരണാധികാരി എങ്ങനത്തെ ഭരണാധികാരികളാ? അവർ ധൂർത്തരായിരുന്നു അല്ലെ, അവർ ഏകാധിപതികളായിരുന്നു, ധൂർത്തന്മാരായിരുന്നു. ആ കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കുക. പിന്നെ നമുക്കറിയാം ഫ്രാൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹ്യ അസമത്വമാണ്, സോഷ്യൽ ഇനീക്വാളിറ്റി. എങ്ങനെയാ, എസ്റ്റേറ്റ് 1 എസ്റ്റേറ്റ് 2 എസ്റ്റേറ്റ് 3 എന്നിങ്ങനെ വലിയൊരു സാമൂഹ്യ അസമത്വം ഫ്രാൻസ് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു അല്ലെ. ആ സാമൂഹ്യ അസമത്വത്തിന്റെ ഭാഗമായിട്ട് ഒന്നാം എസ്റ്റേറ്റിലെ ആളുകൾ ആരൊക്കെയായിരുന്നു? ക്ലേജി ആയിരുന്നു. രണ്ടാമത്തേൽ ലാൻഡ് ലോഡ്സ് ആയിരുന്നു. മൂന്നാമത്തേൽ സാധാരണക്കാരെന്ന് വിളിക്കുന്ന മിഡിൽ ക്ലാസ് പീപ്പിൾ ആയിരുന്നു അല്ലെ. പുരോഹിതന്മാര്, പിന്നെ പ്രഭുക്കന്മാര്, മധ്യവർഗ വിഭാഗം, അവരുടെ കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ പഠിച്ചു വെക്കുക. എക്സാമിന് എന്തായാലും ആ ഭാഗം നിങ്ങൾ എഴുതണം അല്ലെ. അതുപോലെ തന്നെ പിന്നെ തിങ്കേഴ്സിന്റെ എന്താ MVR എന്ന് പറഞ്ഞാൽ മോണ്ടസ്ക്യൂ, വോൾട്ടയർ, റൂസോ. മോണ്ടസ്ക്യൂ പറഞ്ഞ കോട്സുകളോ, വോൾട്ടയർ പറഞ്ഞ കോട്സുകളോ, റൂസോ പറഞ്ഞ കോട്സ്, അത് നിങ്ങൾ പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു ഓർഡറിൽ അങ്ങനെ പോയി ഒരു വലിയ റവല്യൂഷനിലേക്ക് തുടക്കം കുറിക്കുന്ന എന്താ, ഫ്രാൻസിൽ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി വരികയാണ്, ഒരു ന്യൂ എക്കണോമിക് ക്രൈസിസ് വരികയാണ്. ആ ന്യൂ എക്കണോമിക് അല്ലെങ്കിൽ അവിടെ വന്ന എക്കണോമിക് ക്രൈസിസ് അവർ സോൾവ് ചെയ്യാൻ വേണ്ടി അവർ കണ്ടെത്തിയ മാർഗം എന്താ, ഒരു പുതിയ നികുതി കൊടുക്കുക, ഒരു പുതിയ ടാക്സ് ഇംപ്ലിമെന്റ് അല്ലെ. ആരാ ടാക്സ്? ആ ന്യൂ ടാക്സ് ആരാ കൊടുക്കേണ്ടി വരിക? നമുക്കറിയാലോ, എസ്റ്റേറ്റ് 3 മൂന്നാം എസ്റ്റേറ്റിലെ ആളുകളായിരിക്കും ഈ നികുതി കൊടുക്കേണ്ടി വരിക. അവരെ നികുതി കൊണ്ടുവരാൻ സമ്മതിക്കില്ല അല്ലെ. അങ്ങനെ എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർക്കുക അല്ലെ. ജനറൽ വിളിച്ചു ചേർത്തു. ജനറൽ സിസ്റ്റം എന്താ, ഒരാൾക്ക് ഒരു വോട്ട്, സിംഗിൾ വോട്ടായിരുന്നു. ഒരു എസ്റ്റേറ്റിന് ഒരു വോട്ടായിരുന്നു, അവരെന്ത് പറഞ്ഞു, ആ സിസ്റ്റം ഇനി വേണ്ട, ഞങ്ങൾക്ക് എന്താ വേണ്ടത്, ഇൻഡിവിജ്വൽ വോട്ടിംഗ് ആണ് വേണ്ടത്, ഒരു വ്യക്തിക്ക് ഒരു വോട്ട് വേണമെന്ന് പറഞ്ഞു അല്ലെ. ആ ഒരു തർക്കം നടക്കുകയാണ് ശരിക്കും എന്ത് ചെയ്യുന്ന ഈ മൂന്നാം എസ്റ്റേറ്റിലെ ആളുകൾ തൊട്ടടുത്തുള്ള ടെന്നീസ് കോർട്ട് പോകുന്നു. അവിടുന്ന് പ്രതിജ്ഞ എടുക്കുകയാണ്, എന്താണ്, ഫ്രാൻസിനൊരു ഭരണഘടന തയ്യാറാക്കുന്നവരെ ഞങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോകത്തില്ല. സോ ദിസ് ഈസ് കോൾഡ്, അതിന് നമ്മൾ എന്ത്, ഫ്രഞ്ച് റവല്യൂഷൻ തുടക്കമായി നമ്മൾ കണക്കാക്കുന്നു. 1789 ജൂലൈ 14 ബാസ്റ്റിൽ പ്രിസൺ തകർത്തുകൊണ്ട് ഫ്രഞ്ച് റവല്യൂഷൻ അവിടെ തുടക്കം കുറിക്കുകയാണ്. ഇത്രയും പഠിച്ചാൽ ഫ്രഞ്ച് റവല്യൂഷൻ ആയി. ഇത്രയേ ഉള്ളൂ. ഈ ഷോർട്ട് നോട്ട് വെച്ച് നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ കഴിയുന്ന കാര്യമല്ലേ ഉള്ളത്, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് പ്രഡിക്ഷന് കാത്തിരിക്കേണ്ട. എജുപോന്റെ ക്ലാസ് കാണുന്ന മക്കൾ എല്ലാം പഠിച്ചെഴുതുന്ന നല്ല മക്കളായി മാറും. അടുത്ത പിടിച്ചോ റഷ്യൻ റവല്യൂഷൻ. നോക്കി നിങ്ങൾ, എന്താ സാർ ഇത്രയേ ഉള്ളൂ സാധനം, റഷ്യൻ റവല്യൂഷൻ ഇത്രയേ ഉള്ളൂ എന്നായിരിക്കും നിങ്ങൾ ചോദിക്കുന്നില്ലേ. ഇത്രയേ ഉള്ളൂ, റഷ്യൻ റവല്യൂഷൻ ഇത്രയേ ഉള്ളൂ. എന്തൊക്കെ പഠിക്കാൻ ശ്രദ്ധിക്കും നിങ്ങൾ. ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം, റഷ്യയിൽ ആരാ റവല്യൂഷൻ നടത്തിയത്? വർക്കേഴ്സ് ആണ്. സർ ചക്രവർത്തിമാരുടെ പറയുന്ന ദൂരത്തിനെതിരെ, സർ ചക്രവർത്തിമാരുടെ ചൂഷണത്തിനെതിരെ ആരാ നടത്തിയത്? വർക്കേഴ്സ് നടത്തിയ വിപ്ലവം അല്ലെ. ശരിക്കും വർക്കേഴ്സ് ആണ് നടത്തിയത്. ആ വർക്കേഴ്സിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട്, എംപവർമെന്റിന് വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റ് കാൾ മാർക്സും ഫെഡറൽ ആംഗിൾസ് കൊണ്ടുവന്ന കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയിൽ ഒരു വർക്കേഴ്സ് യൂണിയൻ അവിടെ ഫോം ചെയ്യണം. അതിന്റെ പേരാണ് എന്താ, സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. എന്നാൽ ഈ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി പിന്നെ പിളർന്ന് രണ്ടായി മാറുക, സ്പ്ലിറ്റ് ഇൻടു ഏതാ, മെൻഷെവിക്കുകളും ബോൾഷെവിക്കും അല്ലെ. ബോൾഷെവിക് ഇങ്ങനെ രണ്ടായി മാറുക. അതാണ് എമ്മും ബിയും, മെൻഷെവിക്കും ബോൾഷെവിക്കും. മെൻഷെവിക്കിന്റെ നേതാവായിരുന്നു അലക്സാണ്ടർ കെറൻസ്കി ആയിരുന്നു. ബോൾഷെവിക്കിന്റെ നേതാവായിരുന്നു ലെനിൻ. ആ പേര് നോട്ട് ചെയ്തു അല്ലെ. പിന്നെ നിങ്ങൾ ആകെ മനസ്സിലാക്കി വെക്കേണ്ട രണ്ട് കാര്യം, എന്താണ് ഫെബ്രുവരി റവല്യൂഷൻ, എന്താണ് ഒക്ടോബർ റവല്യൂഷൻ. ഫെബ്രുവരി റവല്യൂഷൻ ഒക്കെ സിമ്പിളാ, കുറെ കാര്യം അവിടെ ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾ അതൊന്നും ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. പ്രധാനപ്പെട്ട 2 ഇവന്റ് ഓർത്ത് വെച്ചാൽ ഫെബ്രുവരി റവല്യൂഷൻ നിങ്ങൾക്ക് പഠിക്കാം. എന്താണ്? ഒന്നാമത് ഫെബ്രുവരി റവല്യൂഷൻ 1905 ജപ്പാനും റഷ്യയും തമ്മിൽ നടന്ന യുദ്ധം. ആദ്യം 2 യുദ്ധങ്ങളാണ് ശരിക്കും നമുക്ക് ഫെബ്രുവരി റവല്യൂഷനിൽ പഠിക്കാനുള്ളത്. അതിൽ 1905 ജപ്പാനും റഷ്യയും തമ്മിൽ നടന്ന യുദ്ധം. ആ യുദ്ധത്തിന്റെ ഭാഗമായിട്ടാണ് എന്ത് നടക്കുന്നത്, ദ ബ്ലഡി സൺഡേ, രക്തരൂക്ഷിത ഞായറാഴ്ച. കാരണം ആ യുദ്ധത്തിൽ വലിയ
പരാജയം ആര് കേൾക്കേണ്ടി വന്ന റഷ്യ കേൾക്കേണ്ടി വരിക. അങ്ങനെ റഷ്യയിലെ ജനങ്ങൾ കഷ്ടപ്പെട്ട് പൊറുതിമുട്ടിയിട്ട് അവസാനം അവർ എക്കണോമിക് റിഫോംസിനും പൊളിറ്റിക്കൽ റൈറ്റിനും വേണ്ടി പെട്രോഗ്രാഡിലേക്ക് മാർച്ച് എടുത്തി. ആ മാർച്ചിനെ രാജാവ് എന്ത് ചെയ്യാണ്, വെടിവെച്ച് കൊല്ലുകയാണ്, അല്ലെങ്കിൽ ഫയർ ചെയ്യാണ്. 100 കണക്കിന് ആളുകളെ കൊല്ലപ്പെടും. ആ ഇവന്റാണ് എന്ത് പേരില്ല, ബ്ലഡി സൺഡേ അഥവാ നമ്മൾ എന്ത് വിളിക്കും, രക്തരൂക്ഷിത ഞായറാഴ്ച എന്ന പേരിൽ അറിയപ്പെടുന്നത് അല്ലെ. ഈ രക്തരൂക്ഷിത ഞായറാഴ്ച ബ്ലഡി സൺഡേ കഴിഞ്ഞപ്പോൾ റഷ്യയിലെ ആളുകൾ എന്ത് ചെയ്യണം, സോവിയറ്റുകൾ എന്ന പേരിൽ ഒരുപാട് യൂണിയൻ ഉണ്ടാക്കുകയാണ്. കാരണം സമരത്തിനെതിരെ ശക്തമായി ആഞ്ഞടിക്കാനായി അല്ലേ. അത്രേ നമുക്ക് അവിടെ പഠിക്കാനുള്ളൂ. പിന്നെ ആരംഭിക്കുന്നത് എന്താ, 1914 സെക്കൻഡ് ഒന്നാം ലോക മഹായുദ്ധമാണ് അല്ലെ. ഫസ്റ്റ് വേൾഡ് വാർ നടക്കുകയാണ്. ദ്യൂമ പറഞ്ഞു എന്ത് ചെയ്യണ്ട, പോണ്ട. ദ്യൂമ എന്ത് പറഞ്ഞു, എവിടേക്ക് പറഞ്ഞയക്കരുത്, പിന്നെ നമ്മളെ യുദ്ധത്തിന് പറഞ്ഞയക്കാന്നാണ് ദ്യൂമ പറഞ്ഞു. പക്ഷേ നിക്കോളസ് രണ്ടാമൻ അത് കേട്ടില്ല. എന്ത് ചെയ്തു, ഒന്നാം ലോക മഹായുദ്ധത്തിൽ റഷ്യ പങ്കെടുത്തു. വലിയ പരാജയം റഷ്യ കേൾക്കേണ്ടി വന്നു. അവസാനം സംഭവിക്കുകയാണ്, 1917 ആയപ്പോഴേക്ക് വലിയ ഫുഡ് ഷോർട്ടേജ്, ഭക്ഷ്യക്ഷാമം വരിക. ആ ഫുഡ് ഷോർട്ടേജിന് സമയത്ത് സ്ത്രീകൾ അടക്കമുള്ള ആളുകൾ വീണ്ടും ഒരു വുമൻസ് വലിയ മാർച്ച് നടത്ത പെട്രോഗ്രാഡിലേക്ക്. എന്താ ആവശ്യം, വി നീഡ് ബ്രെഡ്, ഞങ്ങൾക്ക് ഭക്ഷണം വേണം അല്ലെ, ഭക്ഷണം തരൂ, ബ്രെഡ് തരൂ എന്ന ആവശ്യമായി ഉന്നയിച്ചുകൊണ്ട് അവർ വലിയ സമരം നടത്താണ്. ആ സമരത്തെ ആദ്യം പട്ടാളക്കാരൊന്ന് തടഞ്ഞു നിർത്തി. അവസാനം പട്ടാളക്കാരും ആലോചിച്ചു, ഞങ്ങളും ഈ ഫസ്റ്റ് വേൾഡ് വാറിന്റെ സമയത്ത് ഞങ്ങൾ അനുഭവിച്ച ദുരിതങ്ങളൊക്കെ ആലോചിച്ചപ്പോൾ അവരും എന്ത് ചെയ്തു, ഈ സമരക്കാരുടെ കൂടെ ചേർന്നു. അങ്ങനെ വർക്കേഴ്സും സ്ത്രീകളും ഈ സൈന്യങ്ങളും എല്ലാവരും ഒറ്റക്കെട്ടായി അവരാരെ എന്ത് കീഴടക്കി, അവർ പെട്രോഗ്രാഡ് നഗരം കീഴടക്കി. നിക്കോളസ് രണ്ടാമൻ അവിടെ നിന്ന് പുറത്താക്കി. അങ്ങനെ എന്ത് സംഭവിക്കുകയാണ്, അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു പ്രൊവിഷണൽ ഗവൺമെന്റ്, അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഗവൺമെന്റ് എന്ത് സംഭവിക്കുകയാണ്, അവിടെ റഷ്യയിൽ അധികാരം ഏറ്റെടുക്കുകയാണ്. ഇതാണ് എന്ത് മക്കളെ, ഫെബ്രുവരി റവല്യൂഷൻ. ഇത്രയേ പഠിക്കാനുള്ളൂ. ഇതാണ് നിങ്ങൾ വലിയ സംഭവമാക്കി നിങ്ങൾ പലതിനെയും കാത്തിരിക്കുന്നത്. അടുത്ത് പിടിച്ചോ. പിന്നെ നമുക്കുള്ള ഒക്ടോബർ റവല്യൂഷൻ. എന്താ ഒക്ടോബർ റവല്യൂഷൻ? അതായത് ഒക്ടോബർ റവല്യൂഷൻ ഇത്രയേ ഉള്ളൂ, ലെനിൻ പ്രൊവിഷണൽ ഗവൺമെന്റ്, അതായത് ബോൾഷെവിക്കുകൾ ഒരിക്കലും മെൻഷെവിക്കിനെ അംഗീകരിക്കില്ല അല്ലെ. അപ്പൊ മെൻഷെവിക്കിനെതിരെ ലെനിൻ തിരിച്ചു വരികയും അലക്സാണ്ടർ കെരൻസ്കിയുടെ ഈ പറയുന്ന താൽക്കാലിക ഗവൺമെന്റ്, പ്രൊവിഷണൽ ഗവൺമെന്റിനെ ആഞ്ഞടിക്കാൻ വേണ്ടി തുടങ്ങി അല്ലെ. അങ്ങനെ ഒരു സായുധ കലാപത്തിലൊരു അവസാനം 1917 ഒക്ടോബർ എന്ത് ചെയ്യാണ്, ലെനിൻ ഈ പറയുന്ന പ്രൊവിഷണൽ ഗവൺമെന്റിനെ പരാജയപ്പെടുത്തിക്കൊണ്ട്, അലക്സാണ്ടർ കെരൻസ്കിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് റഷ്യയുടെ അധികാരം ഏറ്റെടുക്കുകയാണ്. അങ്ങനെ അലക്സാണ്ടർ കെരൻസ്കിയിൽ നിന്നും ലെനിനിലേക്ക്, മെൻഷെവിക്കിൽ നിന്നും റഷ്യയുടെ അധികാരം ബോൾഷെവിക്കിലേക്ക് പോയ ഇവന്റിനെ വിളിക്കുന്ന പേരാണ് എന്താ, ഈ പറയുന്ന ഒക്ടോബർ റവല്യൂഷൻ. ഈ ബേസ് സിമ്പിൾ ആയിട്ട് ഇതങ്ങ് നോട്ട് ചെയ്ത് വെക്കുക നിങ്ങൾ. പിന്നെ ഇതിന്റെ കൂടെ നിങ്ങൾ റഷ്യ റവല്യൂഷൻ റിസൾട്ട് ഒന്ന് പഠിച്ചു. ഓക്കെ, നമുക്ക് എന്ത് സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. അപ്പോൾ ഈ ഷോർട്ട് നോട്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എവിടെ കിട്ടും, നമ്മുടെ വാട്സ്ആപ്പ് ചാനലിൽ കിട്ടും. വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്തോ, ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഏറ്റവും അവസാനമായി ചൈനീസ് റവല്യൂഷൻ. ശരിക്കും നിങ്ങൾ ഒരു 4 റൂളേഴ്സിന്റെ പേര് മാത്രം പഠിച്ചാൽ അവരെങ്ങനെയാണ് ചൈന ഭരിച്ചെന്നുള്ള കാര്യം മാത്രം പഠിക്കാനുള്ളൂ ചൈനീസ് റവല്യൂഷനിൽ. ശരിക്കും ആദ്യം ചൈനയിൽ ഒരു റവല്യൂഷൻ നടക്കാനുള്ള കാരണം തുടക്കം പറയുകയാണെങ്കിൽ വിദേശികൾ ഇടപെടൽ അല്ലെ, വലിയ രീതിയിൽ ഫോറിൻ ഇന്റർവെൻഷൻ നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് വിദേശ ഇടപെടൽ? അവിടെ വിദേശ ഇടപെടലുണ്ട്. വിദേശ ഇടപെടൽ എങ്ങനെയായിരുന്നു, 2 രീതിയിലാണ്. ഒന്നാണ് ഓപ്പൺ ഡോർ പോളിസി, അതാണ് ODP, ഓപ്പൺ ഡോർ പോളിസി. രണ്ടാമത് എന്താ, OT, എന്താ ഓപ്പിയം ട്രേഡ് അഥവാ തുറന്ന വാതിൽ നയം, കറുപ്പ് വ്യാപാരം. തുറന്ന വാതിൽ നയം, കറുപ്പ് വ്യാപാരം അല്ലെ. എന്താ തുറന്ന വാതിൽ നയത്തിന്റെ ഭാഗമായി അവർ ചെയ്ത, തുറന്ന വാതിൽ നയത്തിന്റെ ഭാഗമായി മക്കൾ അവർ ചെയ്ത പണിയെ അമേരിക്ക എന്ത് ചെയ്യണം, ഈ പറയുന്ന ചൈനീസ് എക്കോണമിയിലേക്ക് കടന്നു വരണം. അങ്ങനെ എന്താണ് ജോൺ ഹൈ എന്ന വിദേശകാര്യ സെക്രട്ടറി കൊണ്ടുവന്നാണ് ഓപ്പൺ ഡോർ പോളിസി. അതിന്റെ ഭാഗമായിട്ട് ചൈനയുടെ എക്കോണമിയിലേക്ക് ആര് കടന്നു വരികയാണ്, അമേരിക്ക കടന്നു വരികയാണ്. അതുപോലെ തന്നെ എന്താണ് ഈ പറഞ്ഞ ഓപ്പിയം ട്രേഡ്, കറുപ്പ് വ്യാപാരം അല്ലെ. അതായത് യൂറോപ്യന്മാർക്ക് പല സാധനം ഇവിടുന്ന് ഒരുപാട് പ്രൊഡക്റ്റുകൾ എവിടേക്ക്, ടീ ഉൾപ്പെടെയുള്ള ഹാൻഡ് ക്രാഫ്റ്റ് ഉൾപ്പെടെ സിൽക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എവിടേക്ക്, യൂറോപ്പിലേക്ക് എക്സ്പോർട്ട് ചെയ്തിരുന്നു. അവിടുന്ന് ഒരുപാട് പണം ചൈനക്കാരുണ്ടാക്കി. പക്ഷേ ചൈനക്കാർ ഒരു സാധനം ആർക്ക് വേണ്ടായിരുന്നു, യൂറോപ്യന്മാരുടെ സാധനം ആർക്ക് വേണ്ടായിരുന്നു, ചൈനക്കാർക്ക് വേണ്ടായിരുന്നു അല്ലെ. അതിൽ യൂറോപ്യന്മാർക്ക് വലിയ കുശുമ്പ് കൂടിയില്ലേ, അവർക്ക് വലിയ എന്താണ് ഒരു നഷ്ടബോധം തോന്നി. അങ്ങനെ അവരെന്ത് ചെയ്തു, ഒപ്പിയം എന്ന് പറഞ്ഞ ടോക്സിക് ഡ്രഗ് എവിടേക്ക് ഇറക്കുമതി ചെയ്യാണ്, നമ്മൾ ഈ പറയുന്ന നമ്മുടെ പിന്നെ എവിടേക്ക് നമ്മുടെ ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്യണം. അതിലൂടെ ഒരുപാട് ഇഷ്യൂസ് ചൈനക്കാർക്ക് ഉണ്ടായില്ല. അവരുടെ ആളുകളൊക്കെ ഡ്രഗിന് അഡിക്റ്റ് ആയി, അവിടുത്തെ എക്കോണമി തകരാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ അതാണ് ഈ 2 കാര്യങ്ങൾ. അതാണ് ഈ പറഞ്ഞ വിദേശികളുടെ ഇടപെടൽ. എന്നാൽ ഈ വിദേശികളുടെ ഇടപെടലിന് എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്ത എന്താണ് ഭരണാധികാരിയായിരുന്ന ആര്, ഈ പറയുന്ന മാൻജു ഡൈനാസ്റ്റി. ഇപ്പൊ നമ്മൾ ആദ്യം പഠിക്കുന്ന ആരെ പറ്റിയാണ്, മാൻജു ഡൈനാസ്റ്റിയെ പറ്റി നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, മാൻജു ഡൈനാസ്റ്റിക്കെതിരെ നടന്ന, അല്ലെങ്കിൽ മാൻജു ഡൈനാസ്റ്റിക്കെതിരെ നടന്ന ആദ്യ കലാപമാണ് എന്താ, ഈ പറയുന്ന എന്ത് വിപ്ലവം നമ്മൾ അതിനെ വിളിക്കുക, അതാണ് മക്കളെ ഈ പറയുന്ന ബോക്സേഴ്സ് റിബൽ. 1900 ശരിക്കും ആദ്യമായിട്ട് മാൻജു ഡൈനാസ്റ്റിക്ക് ഒരു വിപ്ലവം നടക്കുന്നത്. അതൊരു പരാജയമായിരുന്നു. പക്ഷെ എന്നാലും ഒരു തുടക്കം എന്ന രീതിയിൽ നമ്മൾ പഠിച്ചു വെക്കണം. 1900 ബോക്സേഴ്സ് റിബലിലെ ബോക്സേഴ്സിന്റെ ഫിസ്റ്റ് ആയിരുന്നു അവരുടെ ഒരു മുദ്ര അല്ലെങ്കിൽ സിമ്പിൾ എന്ന് നോട്ട് ചെയ്ത് നോക്കാം. രണ്ടാമതാണ് പിന്നെ അതിനുശേഷമാണ് 1911 കുമിന്താങ് പാർട്ടി എന്ത് ചെയ്യുന്നത്, ഡോക്ടർ സയാങ് സിംഗ് എന്ത് ചെയ്യുന്ന കുമിന്താങ് പാർട്ടി മഞ്ജു ഡൈനാസ്റ്റിയെ പരാജയപ്പെടുന്നു. പിന്നെ നല്ലൊരു ഭരണം അല്ലെ,
അദ്ദേഹത്തിന്റെ എന്താണ് നല്ല ഐഡിയോളജി, ഡെമോക്രസി, സോഷ്യലിസം അതിലൊക്കെ ഊന്നിയ നല്ലൊരു ഭരണമാണ് പിന്നീട് എവിടെ കാഴ്ചവെച്ചത്, നമ്മുടെ ചൈനയിൽ കാഴ്ചവെച്ചത്. അങ്ങനെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ വരുന്നു, റഷ്യയിൽ നിന്നൊക്കെ സഹായങ്ങൾ വാങ്ങുന്നു. അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മളെ ചൈനീസ് എക്കോണമി അല്ലെങ്കിൽ ചൈനയുടെ ഭരണം അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ആര് മരിക്കുന്നത്, നമ്മുടെ ഡോക്ടർ സയാങ്സൺ മരിക്കുന്നു. പിന്നെ ആര് അധികാരത്തിൽ എത്തിയത്, പിന്നെ എത്തിയതാണ് മക്കളെ ചിയാങ് കൈഷെക്. അദ്ദേഹം എന്തായിരുന്നു, ഒരു എം എന്ന് പറഞ്ഞാൽ എന്താ, ഒരു മിലിറ്ററി ഓട്ടോക്രസി, ഒരു സൈനിക സ്വേച്ഛാധിപത്യം നടത്തിയ ആളാണ് അല്ലെ ചിയാങ് കൈഷെക്. വീണ്ടും വിദേശാധിപത്യം എവിടേക്ക് വരാൻ വേണ്ടി തുടങ്ങി, വിദേശാധിപത്യം വീണ്ടും ചൈനയിലേക്ക് വരാൻ വേണ്ടി തുടങ്ങി. എന്തൊക്കെയായിരുന്നു ഡോക്ടർ സയാങ്സൺ കൊണ്ടുവന്നത്, അതൊക്കെ നേരെ ഉൾട്ടയാക്കി തിരിക്കുന്ന പണിയാണ് ആര് ചെയ്തത്, നമ്മുടെ ചിയാങ് കൈഷെക് ചെയ്തത്. അത് മാത്രമല്ല അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മൈനിങ് ആയിക്കോട്ടെ, ബാങ്കിങ് ആയിക്കോട്ടെ, ഫോറിൻ അഫയേഴ്സ് ആയിക്കോട്ടെ, അങ്ങനെ പല കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്ന വിദേശ രാജ്യങ്ങളായി മാറി അല്ലെ. അവസാനം ഈ പറഞ്ഞ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ശത്രുപക്ഷമായിട്ടാണ് ആര് കണക്കാക്കിയത്, ചിയാങ് കൈഷെക് കണക്കാക്കി. ഒരുപാട് ലീഡേഴ്സിന് അദ്ദേഹം തുടങ്ങി കൊല്ലാൻ വേണ്ടി തുടങ്ങി, ബാൻ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അവസാനം ഒരു പുതിയ നേതാവ് വരികയാണ്. ആ നേതാവിന്റെ പേരാണ് മക്കളെ എന്താ, മാവോ സെയ്തൂങ്. മാവോ സെയ്തൂങ് അല്ലെ, മാവോ സെയ്തൂങ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്നു. മാവോ സെയ്തൂങ് വലിയൊരു യാത്ര നടക്കുന്നുണ്ട് അല്ലെ, സൗത്ത് ചൈന മുതൽ നോർത്ത് ചൈന വരെ നീണ്ടു നിൽക്കുന്ന 12,000 കിലോമീറ്റർ. എത്ര കിലോമീറ്റർ മക്കളെ, 12,000, 12,000 കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന 12,000 കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന ഒരു നീണ്ട യാത്ര അദ്ദേഹം നടത്താണ്. ആ യാത്ര വിളിക്കുന്ന പേരാണ് ലോങ് മാർച്ച് അല്ലെ. ആ ലോങ് മാർച്ചിന് ശേഷം എന്ത് ചെയ്യാണ്, ചൈനക്കാരുടെ വിദേശാധിപത്യത്തിന്റെ, ചൈനക്കാരെ സപ്പോർട്ട് ചെയ്യാൻ വരുന്ന, ചൈനക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി വരുന്ന ഒരു നേതാവായിട്ട് ആര് മാറുകയാണ്, ഈ പറയുന്ന നമ്മുടെ മാവോ സെയ്തൂങ് മാറുകയാണ്. സോ ദാറ്റ് ടൈം, ആ സമയത്താണ് എന്ത് സംഭവിക്കുന്നത്, റെഡ് ആർമി എന്ന് പറയുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചുവപ്പ് സേന അവസാനം ആരെ കീഴ്പ്പെടുത്താണ്, നമ്മുടെ കുമിന്താങ് പാർട്ടി ആസ്ഥാനം കീഴടക്കുന്നു. അങ്ങനെ ചൈന എന്ത് ചെയ്യാണ്, ജനകീയ റിപ്പബ്ലിക്കായി മാറാണ്, പീപ്പിൾസ് റിപ്പബ്ലിക്കായി മാറുകയാണ്. എന്ന് ഒക്ടോബർ 1, 1949. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ ഇങ്ങനെ പഠിച്ച കാര്യത്തെ ഷോർട്ട് നോട്ട് ആക്കി ഒരു ഓർഡറിൽ പഠിച്ചു കഴിഞ്ഞാൽ ഏത് എസ്സേ ചോദിച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, എഴുതാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ നിർബന്ധമായും താഴെ കമന്റ് ചെയ്യുക, ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടോ, ഇഷ്ടമായിട്ടുണ്ടോ, സെറ്റ് ആയിട്ടുണ്ടോ, നിങ്ങൾ നോട്ട് ചെയ്താൽ. അതുപോലെ നിങ്ങൾക്ക് ഇനിയും ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ എവിടേക്ക് നേരെ വന്നാൽ മതി, നിഹാൽ സാർ എന്ന് പറഞ്ഞ എൻ്റെ ഇൻസ്റ്റാ പേജ് ഉണ്ട്. അതുപോലെ നിഹാൽ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു ബ്രോഡ്കാസ്റ്റ് ചാനൽ, ഇവിടെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ത്രൂ നന്നായി പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ് മാത്രമേ എനിക്ക് ഈ സമയത്ത് പറയാനുള്ളൂ. നമ്മൾ സ്മാർട്ട് വേ ഒക്കെ നമുക്ക് വേണം, എന്താണ് ഷോർട്ട് കട്ടൊക്കെ വേണം. എന്നാലും ഇത്രയും സിമ്പിളായിട്ട് പഠിക്കാൻ കഴിയുന്ന ഒരു കാര്യത്തെ നമ്മൾ വെറുതെ നമ്മുടെ സമയത്തെ മാറ്റി വെച്ച് നിങ്ങൾ ഒരിക്കലും എന്ത് വേസ്റ്റ് ചെയ്യരുത്. ഇത്രയും സിമ്പിളായിട്ട് പഠിക്കാൻ വേണ്ടി കഴിയും. സോ നന്നായി പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്, ഓൾ ദി വെരി ബെസ്റ്റ്, ഓൾ ദി വെരി ബെസ്റ്റ്. നോട്ട് എവിടെ കിട്ടുക, വാട്സ്ആപ്പ് ചാനലാണ് കിട്ടുക. വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ മറക്കരുത്. ബാക്കി നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യും, പ്രഡിക്ഷൻ വീഡിയോ ഒക്കെ വരും. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കാം. ഓൾ ദി ബെസ്റ്റ്.